നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊരുങ്ങി രാജ്യതലസ്ഥാനം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പേ ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയും കോൺഗ്രസും പ്രചാരണം ശക്തമാക്കുകയാണ്. ആം ആദ്മി പാർട്ടിയും കെജ്രിവാളിനെയും കടന്നാക്രമിച്ചാണ് ബി.ജെ.പിയുടെ പ്രചാരണം. അതേസമയം വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ആം ആദ്മി പാർട്ടി പ്രചാരണ രംഗം കൊഴുപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ശക്തമാക്കുകയാണ് ബി.ജെ.പിയും ആം ആദ്മി പാർട്ടിയും. മൂന്നാം തവണയും അധികാരം നിലനിർത്താനുള്ള പ്രചാരണത്തിന് കെജ്രിവാളാണ് നേതൃത്വം നൽകുന്നത്. അതേസമയം കെജ്രിവാളിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ബി.ജെ.പി പ്രചരണം ശക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം 2 പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. കെജ്രിവാളിനെ ദുരന്തമെന്നാവർത്തിച്ച പ്രധാനമന്ത്രിക്ക് വികസന പദ്ധതികൾ നിരത്തിയാണ് കെജ്രിവാൾ മറുപടി നൽകിയത്. മാത്രമല്ല 30 മിനിറ്റ് പ്രസംഗിച്ച മോദി മുഴുവൻ സമയവും ദില്ലിയിലെ ജനങ്ങളെയും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പകരം ജനങ്ങൾക്ക് നൽകിയ പാലിക്കാത്ത വാഗ്ദാനങ്ങളെക്കുറിച്ച് മോദി സംസാരിക്കാൻ തയ്യാറാകാത്തതെന്തെന്നും കെജ്രിവാൾ പരിഹസിച്ചു. आज प्रधानमंत्री जी 38 मिनट बोले और 38 मिनट में से लगभग 29 मिनट वो दिल्ली के लोगों को, दिल्ली की चुनी हुई सरकार को गालियां देके गए हैं. चुन चुन के गालियां दे रहे थे. मैं देख रहा था, बहुत बुरा लग रहा था मेरे को. मेरे दिल्ली देहात के भाई आज भी उन प्रोमिसेस की वेट कर रहे हैं कि कब प्रोमिस पूरे होंगे. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരെയും കടുത്ത വിമർശനങ്ങൾ കെജ്രിവാൾ ഉയർത്തി. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് ദില്ലിയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമോ എന്ന് കെജ്രിവാൾ ചോദിച്ചു. കൽക്കാജിയിൽ നിന്നുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥി രമേശ് ബിദുരിയുടെ പ്രിയങ്ക ഗാന്ധിക്കെതിരായ ലൈംഗിക അധിക്ഷേപ പരാമർശവും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ബി.ജെ.പിക്കെതിരെ ആയുധമാക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിക്കെതിരായ അധിക്ഷേപത്തിനു പിന്നാലെ ബിദുരി മുഖ്യമന്ത്രി അതിഷിയെയും പരിഹസിച്ചിരുന്നു. മർലീനെ ആയിരുന്ന അതിഷി പിതാവിന്റെ പേരുപോലും മാറ്റി ഇപ്പോൾ സിംഗ് ആയെന്നായിരുന്നു ബിദുരിയുടെ പരാമർശം. ബി.ജെ.പി നേതാക്കൾ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തുകയാണെന്ന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. 70 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മുഴുവൻ സീറ്റുകളിലേക്കും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 29 സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി.ജെ.പിയും 48 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസും പുറത്തുവിട്ടു. കൈരളി ന്യൂസ്, ദില്ലി.